ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്ന് മോർണിംഗിൽ പുട്ടും അതുപോലെ തന്നെ കടലക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ രാത്രി കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് വാഷ് ചെയ്തെടുത്ത് നേരെ കുക്കറിലേക്ക് ഇട്ട് ഒരു സവാള അതുപോലെ തന്നെ കിഴങ്ങും കൂടെ കട്ട് ചെയ്തിട്ടുതന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ പൊതുവെ മല്ലി മുളകും കൂടെ അരച്ച് ചേർക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ അതൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അരച്ച് ചേർത്താൽ കറിക്ക് നല്ല കുറുക്കവും കിട്ടും കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ അങ്ങനെ വരുമ്പോൾ. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അരച്ച് കുക്കറിലോട്ട് ഒഴിച്ചു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തക്കാളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, 2 അല്ലി വെളുത്തുള്ളി ഇതും കൂടെ, അതുപോലെ ചിക്കൻ മസാല കേട്ടോ, ചിക്കൻ മസാലപ്പൊടി അതും കൂടെ ചേർത്തിട്ട് ഗ്യാസിൽ വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ പുട്ടിന് പൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അപ്പോഴത്തേക്കിനും ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുട്ട് വെക്കാനായപ്പോഴത്തേക്കിനും കറി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ശേഷം ഞങ്ങളിവിടെ പൊടിപ്പിക്കാറ് കേട്ടോ. പൊടി അതായത് ഇങ്ങനെ വാങ്ങിക്കാറില്ല, കൂടുതലും പൊടിപ്പിക്കുകയാണ് ചെയ്യുക. പിന്നെ പൊടിപ്പിക്കാൻ കുറച്ച് ഇങ്ങനെ ഡിലേ ആയിട്ട് വരുമ്പോൾ അപ്പോൾ മാത്രം വാങ്ങിക്കും കേട്ടോ. കൂടുതലും മല്ലി മുളകും ഒക്കെ ഇങ്ങനെ പൊടിപ്പിക്കുക കേട്ടോ ചെയ്യാം. അപ്പോൾ ഞാനിത് ഞങ്ങൾ പുതുതായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന പുട്ടും പാത്രമാണ് കേട്ടോ. ഇതിന് മുമ്പത്തേത് അതിന് കേടായിപ്പോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുതുത് വാങ്ങിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ഇത് ഞങ്ങൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ കരിഞ്ഞു പോയി. കാരണം ഞങ്ങൾ ഓൾറെഡി ഫസ്റ്റ് യൂസ് ചെയ്തിരുന്ന പാത്രം എന്ന് പറയുന്നത് അത് അലുമിനിയത്തിൻ്റെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ പെട്ടെന്നൊന്നും വെള്ളം ഇങ്ങനെ വറ്റിപ്പോയില്ലായിരുന്നു കേട്ടോ. ഇതങ്ങനെയല്ല, ഇത് നമ്മൾ എപ്പോഴും ഇതിൽ ശ്രദ്ധിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് വേഗം വറ്റിപ്പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു തവണ ഒരു അബദ്ധം പറ്റിപ്പോയി. അതുകൊണ്ട് തന്നെ പാത്രം നന്നായിട്ട് തന്നെ കരിഞ്ഞു പോയിട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് തേച്ച് കഴുകി നോക്കി, ബട്ട് വെളുത്തില്ല. എത്ര ട്രൈ ചെയ്തിട്ടും വലിയ തെളിച്ചൊന്നും വന്നില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് പുട്ടായിട്ടുണ്ട് കേട്ടോ. 2 കഷ്ണം ഇടയ്ക്ക് 2 കഷ്ണം ട്രൈ ചെയ്യും, ഇടയ്ക്ക് 3 കഷ്ണം അങ്ങനെയായിട്ട് വെക്കാറ്. അപ്പോൾ ഇന്ന് 2 കഷ്ണം. അപ്പോൾ അത് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അടച്ച് വെക്കുകയാണ്. അപ്പോഴത്തേക്കിനും കറി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ അതുപോലെ തന്നെ ചെറുള്ളിയും ജീരകം കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കുക കേട്ടോ ചെയ്തത്. അതും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തു. അപ്പോഴത്തേക്കിനും കറിയായി, പുട്ടുമായി, അതേപോലെ തന്നെ ചായയായി. ഞങ്ങളുടെ കഴിക്കലും കഴിഞ്ഞു കേട്ടോ. കഴിക്കൽ കഴിഞ്ഞതിന് ശേഷമുള്ളതാട്ടോ ഇപ്പം കാണിച്ച ഭാഗം. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ കോഴി അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കൊക്കെ ചിലപ്പോൾ അകത്തേക്കൊന്ന് കയറും കേട്ടോ. അങ്ങനെ ഞാൻ താഴെ വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടപാത്രത്തിൽ കയറിയിട്ട് മുട്ടിട്ട് പോവാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോളിങ്ങനെ ഞാൻ അവൾക്ക് വാരി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, അവൾക്ക് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ വാശി പിടിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അവൾക്ക് ഒറ്റയ്ക്ക് കഴിക്കുന്നുണ്ട് വാശി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ചെയ്ത മേക്കപ്പിൻ്റെ ബാക്കിയായിട്ടേ കാണുന്നത്. അതാകെ പരത്തിയിട്ടുണ്ട്. അവൾ തന്നെയാണ് മുഖമൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രഷ് ചെയ്ത് കൊടുത്തത് ഞാനാട്ടോ. അപ്പോൾ അവൾക്ക് തന്നെ മുഖം കഴുകണം എന്ന് പറഞ്ഞിട്ട് അവൾ മുഖം കഴുകുകയാണ് ചെയ്തത്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതിന് കാരണം കറിയൊന്നും വെക്കണ്ട, കറി ഓൾറെഡി ഇന്നലെ ഉണ്ടാക്കിയതുണ്ട്. അപ്പോൾ പിന്നെ അത് മതി. ചോറുമായിട്ടോ. അപ്പോൾ ഇനി ഗ്യാസ് സ്റ്റവ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. കാരണം നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ക്ലീനാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്കതൊരു ഓവർ ഡ്യൂട്ടി ആയിട്ട് വരില്ല. ഇപ്പം തന്നെ ക്ലീനാക്കി കഴിഞ്ഞാൽ അത് അതോടെ തീർന്നു. പിന്നെ നമ്മൾ കുക്കിങ്ങിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞാൽ ടോട്ടലി എന്തായിരിക്കും, ക്ലീനായിട്ട് കിടക്കും. അപ്പോൾ ഞാൻ കിച്ചണത്തെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി അടിച്ച് വാരാനും ഇതാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോളിരുന്ന് കളിക്കുകയാണ്. അവൾക്ക് സൈക്കിളും വേണം, കാറും വേണം, ഒക്കെ പാടെ വേണമെന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുന്ന് ഹാളിൽ തട്ടിയിരിക്കുകയാണ്. എന്നിട്ട് അവൾ കളിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് അവൾ കട്ട കൊണ്ട് കളിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ കൊടുന്നിട്ടാണ് കേട്ടോ ഇത് അവിടെ ഇവിടെയൊക്കെ പരത്തിയിട്ട്. പക്ഷേ അവളുടെ കളി കഴിഞ്ഞാൽ മിക്കവാറും അവൾ തന്നെ തിരിച്ച് ബോട്ടിലാക്കിയിട്ട് എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ക്ലീൻ ആക്കാനും കൂടിയുള്ളൂ. അപ്പോൾ ഓക്കെ.